പാലക്കാട് മേപ്പറമ്പിൽ അർദ്ധരാത്രി വീട് കയറി കുടുംബത്തിന് നേരെ സിപിഎം ആക്രമണം. വാര്യംപറമ്പ് സ്വദേശി വിനോദിനും കുടുംബാംഗങ്ങൾക്കുമാണ് മർദ്ദനമേറ്റത്. 1.5 വയസ്സുള്ള കുട്ടിയെ എടുത്തെറിഞ്ഞു. BJP പിരായിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് വിനോദ്. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖത്ത് പരിക്കേറ്റ സ്ത്രീ ഉൾപ്പെടെ ചികിത്സയിലാണ്. പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നാണ് പരാതി. രാത്രി വീട് ആക്രമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങൾ തടുക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ തടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം എന്നെയും കൊച്ചിനെയും വെച്ച് താഴെയിട്ട് ചെറിയ കരച്ചിലായിരുന്നു. പിന്നെ എണീപ്പിക്കാൻ നോക്കിയപ്പോൾ അവരാണ് കൊച്ചിനെ എടുക്കുന്നത്. എന്നിട്ട് ഒരേ ചിരിയായിരുന്നു കൊച്ചിനെടുത്തിട്ട്. വീട് പറഞ്ഞിട്ടൊന്നും വിടുന്നില്ല. കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മുഖത്തിട്ട് കുത്തി, കാലിട്ട് തന്നെ ചവിട്ടൊക്കെ ചവിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവനെ കുറേ പോലെ മുടിയിട്ട് വലിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു പരിപാടി നടക്കുകയായിരുന്നു. ആ സമയത്ത് വിനോദ് പറഞ്ഞ കുട്ടി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു വാതിൽ അടിച്ചു വെച്ച് വാതിൽ തുറക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തുറന്ന് ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ അവരിനെ ചീത്തവാക്ക് പറഞ്ഞു. അത് പറഞ്ഞ് സമുദായം ഇടപെട്ടു. അതിനെല്ലാം സോൾവ് ചെയ്തിട്ട് എല്ലാവരും പിരിഞ്ഞു. അവൻ വന്ന് വീടെത്തി വാതിലടിച്ച് കിടക്കുമ്പോഴായിരുന്നു ഒരു 10-12 ആൾക്കാരും കൂടെ ഒന്നായി വന്ന് വാതിൽ വന്ന് തല്ലി പൊളിച്ച് ഉള്ളിൽ കടന്ന് കുപ്പിയും വാളും വടിയും കുപ്പിച്ചില്ലും എല്ലാം കൊണ്ട് കുട്ടികളുടെ മൊത്തം ആക്രമിച്ച് അവന്റെ തലമണ്ടിക്ക് ക്ലാസ് ക്ലാസും കൊണ്ട് പെൺകുട്ടിന്റെ മുഖത്തെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അടിച്ച് മൂക്കിന് തണ്ടില് സ്റ്റിച്ച് പൊട്ടിട്ട് കിടക്കണം, ബ്ലഡിൽ കുളിച്ച് കിടക്കണം. ഇത്രയും ചെയ്തിട്ട് എന്താണെന്ന് ചോദിക്കാൻ ഒരാൾ വന്നിട്ടില്ല. വീട്ടിൽ പോലീസുകാർ കേസെടുത്തിട്ടില്ല. വന്ന് ആംബുലൻസ് വണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഈ പറയുന്ന നിമിഷം വരെയ്ക്ക് അവർ എന്താണ് ചോദിക്കാൻ അവര് പോലീസ് വന്നിട്ട് കുട്ടികളുടെ ഇങ്ങനെ തല്ലിയെന്ന് അവര് പറയുന്ന സമയത്ത് കൂടെ അവര് കർശനമായിട്ടുള്ള നടപടി എടുത്തില്ല. ഈ കഴിഞ്ഞ ദിവസം പിരായിരി പഞ്ചായത്തിലെ വാര്യംപറമ്പിലുണ്ടായ സംഭവം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളില്ലാതിരുന്നിട്ടും ആ പ്രദേശത്ത് അശാന്തി പടർത്തുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ അതിക്രൂരമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഭവത്തിൽ പോലീസ് ഇൻറ്റിമേഷൻ എടുത്ത് പോവുകയും അതിനുശേഷം മൊഴി രേഖപ്പെടുത്തുന്നതിന് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആ സംഭവത്തിലെ സാക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ നേരിട്ടെത്തി ഭീഷണിപ്പെടുത്തുകയാണ്. ശക്തമായ രീതിയിലുള്ള പോലീസ് നടപടി ഇതിനകത്ത് ഉണ്ടാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ അവർ പാർട്ടി നടപടി എടുക്കാൻ തയ്യാറാവണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകത്ത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താനുള്ള കുറ്റകൃത്യമുണ്ടായിട്ടും വളരെ ഒരു ഉദാസീനമായ മനോഭാവമാണ് പോലീസ് കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാത്ത പക്ഷം അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ട് ആക്രമണങ്ങളിലൂടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ അടിച്ചമർത്താനാണ് CPM നോക്കുന്നതെങ്കിൽ അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ BJP ഉറപ്പു നൽകുന്നു.